Hi all, ദർശന അക്കാദമി റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഡിസ്കഷനിൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. 2 ക്വസ്റ്റ്യനാണ് ഈ റീനീറ്റിന് ഓസിലേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സിലിണ്ടറിക്കൽ കോർക്ക് ഓഫ് യൂണിഫോം ഡെൻസിറ്റി float in a liquid density ρ1. If the cork is depressed slightly and released, it oscillates harmonically with the time period t. If the same cork float in another liquid density ρ2, then the similar oscillation has time period 2t. The value of ρ2 divided by ρ1. ഇവിടെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റികൾ ρ1ഉം ρ2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കോർക്ക് ആദ്യത്തെ ലിക്വിഡിൽ ഒന്ന് സ്ലൈറ്റ്ലി അത് ലിക്വിഡിലേക്ക് ഡിപ്രസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് ആണ് ആക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ന്യൂട്ടൺ ഫോഴ്സിനെ കുറിച്ച് F=ma എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോർക്ക് ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അപ്വേർഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ma എന്ന് തന്നെ നമുക്ക് എഴുതാം. എന്നാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഒപ്പം തന്നെ മാസിനെ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് സ്പ്ലിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഡെൻസിറ്റിയെ ഏരിയ ഇൻറ്റു ആ ഹൈറ്റ് എക്സ് എന്നെടുക്കാം. റീസ്റ്റോറിങ് ഫോഴ്സ് ആയതുകൊണ്ട് മൈനസും നമുക്കവിടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ AX ഇതാണ് വോളിയം, ഡെൻസിറ്റി, ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഫോഴ്സിൻ്റെ 2 ഇക്വേഷനും കമ്പൈൻ ചെയ്ത് ആക്സിലറേഷൻ A = -AX ρg ഡിവൈഡഡ് ബൈ m എന്ന് എഴുതാം. ദെൻ ഈ ആക്സിലറേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം -ω² x എന്നാണ്. ഓക്കെ, കമ്പയർ ചെയ്താൽ നമുക്ക് ω² ടേം ഇവിടെ നിന്ന് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ω² ദാറ്റ് ഈസ് ഈക്വൽ ടു A ρg ഡിവൈഡഡ് ബൈ m എന്നാണ്. ഇനി ഇതിനെ ടൈം പീരീഡുമായി എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/t ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ റൂട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ A ρg ബൈ m എന്നിവിടെ വരും. ദെൻ ഒമേഗയ്ക്ക് 2π/t നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2π/t. ദെൻ റൂട്ട് A ρg ബൈ m എന്നെഴുതാം. 2π നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് റെസിപ്രോക്കൽ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് m ഡിവൈഡഡ് ബൈ A ρg എന്നായിട്ട് വരും. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് നമുക്ക് ടൈം പീരിയഡും ആ ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ടൈം പീരിയഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി എന്നെഴുതാം. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂട്ട് റോ ആയിട്ട് മാറും. അവനെ അറേഞ്ച് ചെയ്താൽ റോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t² എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ρ1 ആയിരുന്നു. ആ സമയത്തെ ടൈം പീരീഡ് t എന്ന് കൊടുക്കാം. ഇനി അതിനുശേഷം രണ്ടാമത്തെ ലിക്വിഡിൽ ടൈം പീരീഡ് 2 ടൈംസ് t ആയിട്ട് മാറി. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ρ2 ഡിവൈഡഡ് ബൈ ρ1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ 2 ഇക്വേഷനായിട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ ρ2 എന്ന് പറയുന്ന സമയത്ത് ρ2 ബൈ ρ1, ദെൻ t ഡിവൈഡഡ് ബൈ 2t. രണ്ടിൻ്റെയും സ്ക്വയറുകൾ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ t² ടേം കട്ടായി പോയാൽ 1/4 എന്നാണ് ആ റിലേഷൻഷിപ്പ് നമുക്കിവിടെ കിട്ടുക. നമ്മുടെ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെയുണ്ട് ρ2 ഡിവൈഡഡ് ബൈ ρ1 ഈക്വൽ ടു 1/4. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഓസിലേഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കൺസിഡർ എ സ്പ്രിംഗ് മാസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ 1 dimension. The mass of the particle
mkg and the spring constant k. At a given instant, the extension of the spring is x meter and the speed of the particle is v. On the xv plane, if the graph of t function of x is a circle, then the correct option. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്, സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിലെ എക്സ് വി പ്ലെയിനിൽ എങ്ങനെയായിരിക്കും കെയും എമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓസിലേറ്ററിലെ എനർജിയുടെ റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതുവാൻ സാധിക്കും. കൈനറ്റിക് എനർജിയെ ഹാഫ് എം വി സ്ക്വയർ എന്നും പൊട്ടൻഷ്യൽ എനർജിയെ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നും നമുക്ക് എഴുതുവാൻ സാധിക്കും. ഈ ടേമിനെ തന്നെ ഈ വെച്ച് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ വെച്ച് ഓരോ ടേമിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e/k എന്ന് ഒരു ടേമിനെ എഴുതാം. അതുപോലെ തന്നെ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e/m, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ എലിപ്സിൻ്റെ റിലേഷൻഷിപ്പ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷനായിട്ട് ഇത് എക്സാക്ട്ലി മാച്ച് ആവുന്നുണ്ട്. ഇനി ഒരു എലിപ്സ് എങ്ങനെ ഒരു സർക്കിളായിട്ട് മാറുന്നു? അതിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്തും സെമി മൈനർ ആക്സിസിൻ്റെ ലെങ്ത്തും തമ്മിൽ ഈക്വൽ ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു എലിപ്സ് ഒരു സർക്കിളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എ സ്ക്വയർ എന്ന് പറയുന്ന ടേമും ബി സ്ക്വയർ എന്ന് പറയുന്ന ടേമും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ എലിപ്സ് ഒരു സർക്കിളായിട്ട് മാറും. ഓക്കെ, ദെൻ നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു സർക്കിളാണ് കിട്ടിയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും 2e/k ദാറ്റ് ഈസ് ഈക്വൽ ടു 2e/m. ഇതിൽ നിന്ന് k ഈക്വൽ ടു m ആണെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ദ ഓപ്ഷൻ തേർഡ് ആണ് വന്നിരിക്കുന്നത്. k ഈസ് ഈക്വൽ ടു m നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.